പുനലൂരിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആരംഭിച്ച സുഭിക്ഷ ഹോട്ടലിന് താഴ് വീണിട്ട് രണ്ടാഴ്ചയായി. സബ്സിഡി ഇനത്തിൽ 9 മാസമായി സർക്കാർ നൽകാനുള്ളത് 2.5 ലക്ഷം രൂപയാണ്. സുഭിക്ഷയുടെ നടത്തിപ്പുകാരിയായ വനിതാ സംരംഭകർ കടക്കെണിയിലുമായി. 9 മാസം കൊണ്ട് എനിക്ക് സബ്സിഡി പൈസ അനുവദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പലചരക്കടയിൽ നിന്നും പച്ചക്കറി കടയിൽ നിന്നും തേങ്ങ മറ്റുള്ള സാധനങ്ങളെല്ലാവരും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ട് വന്നതോടുകൂടി എല്ലാവരും നിരന്തരമായി വരികയും ചെയ്തു. കടം കൊടുക്കാനുള്ളവർ എൻ്റെ വീട്ടിൽ നിരന്തരം കയറി വരാക്കാൻ തുടങ്ങി. 1.5 വർഷം മുമ്പാണ് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സുഭിക്ഷ ഹോട്ടൽ ആരംഭിച്ചത്. ആ ഹോട്ടൽ സംരംഭകരുടെ വാക്കുകളാണിത്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതിനിടെ കഴിഞ്ഞ മാർച്ച് മുതൽ ഇതുവരെയുള്ള 9 മാസത്തെ സബ്സിഡി പൊടുന്നനെ മുടങ്ങി. 2,06,000 രൂപയോളം കുടിശ്ശികയായി. നമ്മൾ മൈക്രോ ഫിനാൻസിൽ നിന്നും കുടുംബശ്രീകളിൽ നിന്നും ഒക്കെ വായ്പ എടുത്താണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് ആ ലോണുകളൊന്നും മൈക്രോ ഫിനാൻസിൻ്റെ ലോണ് പോലും തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അവർ വീടുകളിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ നമ്മൾക്ക് ആകെ വിഷമിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. വിലക്കയറ്റവും വൈദ്യുതി ചാർജും വെള്ളക്കരവുമെല്ലാം ഈ വനിതാ സംരംഭകരെ കൂടുതൽ കടക്കെണിയിലാക്കി. ഇതിനിടെ ബിൽ കുടിശ്ശിക അടയ്ക്കാതെ വന്നതോടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. മറ്റു വഴിയില്ലാതായതോടെ 2 ആഴ്ച മുമ്പ് ഹോട്ടൽ അടച്ചു. കുടിശ്ശിക ആവശ്യപ്പെട്ട് വനിതാ സംരംഭകർ ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും ഫണ്ടില്ലെന്നായിരുന്നു മറുപടി. നമ്മൾക്ക് ഇതുവരെയും സബ്സിഡി എല്ലാ ഓഫീസുകളിലും കയറി ഇറങ്ങി എല്ലാവരും ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുകയും ഞാൻ സെക്രട്ടേറിയറ്റിൽ വരെ പോവുകയും ചെയ്തതാണ്. അപ്പോഴെല്ലാം പറയുന്നു ഫണ്ടില്ല, ഫണ്ട് ഉടനെ ശരിയാവും. പക്ഷേ ഇതെല്ലാം കടക്കാരോട് പറയുമ്പോൾ അവർ പറയുന്നത് ഇപ്പം മാധ്യമങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പറയുന്നത് ഞാൻ മുങ്ങിയതാണ്. സാധാരണക്കാരുടെ വിശപ്പകറ്റിയിരുന്ന ഒരു സ്ഥാപനമാണ് ഉദ്യോഗസ്ഥ ഭരണതലത്തിലെ കെടുകാര്യസ്ഥത കൊണ്ട് ഇല്ലാതായത്. സർക്കാർ വാക്ക് വിശ്വസിച്ച് ഭക്ഷണം വിളമ്പിയ കുറെ അധികം പേർ കടക്കെണിയിലുമായി. ആർ അരുൺരാജ്, 24 കൊല്ലം. എന്തായാലും ഇവരുടെ 2.5 ലക്ഷം രൂപ അങ്ങ് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് നല്ല ആഹാരം കൊടുക്കാൻ ഈ വനിതകൾക്ക് കഴിയും.